പരീക്ഷിക്കരുതേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശാലമായി സംസാരിക്കുകയല്ല, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വരുത്തിയതായ പരിവർത്തനം, നബിതങ്ങളിലൂടെ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹം, ലോകത്ത് അന്ത്യനാൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നതിനെ കുറിച്ചൊക്കെയുള്ള സൂചനകളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ വളരെ വലിയ ആയത്തുകളിലൂടെ, മഹത്വമുള്ള ആയത്തുകളിലൂടെ നബിതങ്ങളെ പരിചയപ്പെടുത്തിയ ഒരുപാട് സൂക്തങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലാണ് വരുന്നത്. ഓരോ ആഴ്ചയും നമുക്ക് ഓരോ ആയത്തുകളെ കുറിച്ച് ചെറിയ രീതിയിൽ പരിചയപ്പെടാം. ഇന്ന് സൂറത്തു ആലു ഇംറാൻ എന്ന സൂക്തത്തിലൂടെ അല്ലാഹു തആല നബിതങ്ങളിൽ മുഖേന മുഅ്മിനീങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്തു പറയുകയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഗുണം നൽകിയിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിൽ നിന്ന് നിയോഗിച്ചുകൊണ്ട്. എന്താണ് ആ പ്രവാചകർ നിർവഹിക്കുന്നത്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നബിതങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്ന. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഗ്രന്ഥത്തെയും അഥവാ വിശുദ്ധ ഖുർആനിനെയും തത്വങ്ങളെയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല അവർക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. നബിതങ്ങൾ ഈ പ്രബോധനവുമായി വരുന്നതിന്റെ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. പ്രത്യേകമായ ഇതിന്റെ അഭിസംബോധന ഖുറൈശികളാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളും പ്രത്യേക എല്ലാവരും വഴികേടിലായിരുന്ന, തിന്മകൾ ചെയ്ത് മാത്രം ജീവിച്ചിരുന്ന ആ ആളുകളെ സംസ്കരിക്കുകയും വിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഓതിക്കൊടുക്കുകയും അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ സംസ്കരണത്തിനും നേതൃത്വം കൊടുക്കുന്ന ഒരാളെ അവരിൽ നിന്ന് തന്നെ നിയോഗിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് ഖുർആൻ ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നു. അപ്പൊ നബിതങ്ങളെ അയച്ചിട്ടുള്ളത് 3 പോയിന്റിലേക്കാണ് ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. അതാണ് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുക. യത്ലു അലൈഹിം ആയാതി, ഈ പരാമർശത്തിന് പ്രസക്തിയുണ്ട്. കാരണം കേവലം അറബി ഭാഷ പഠിച്ച ഒരാൾ അറബി ഭാഷ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയില്ല. ഖുർആനിന്റെ ലിപികൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാ ഖുർആനിന്റെ വചനങ്ങളും അത് വായിക്കണമെങ്കിൽ, അത് ഓതണമെങ്കിൽ അതൊരു ഗുരുവിൽ നിന്ന് തന്നെ പഠിക്കാതെ കേവലം അക്ഷരാഭ്യാസം അറബി ഭാഷ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം ഖുർആൻ ഓതാൻ കഴിയില്ല. അറബികളായിട്ടുള്ള ആളുകളൊക്കെ സാഹിത്യത്തിൽ വളരെ മേന്മയുള്ള ആളുകളായിരുന്നു, അറിവുള്ള ആളുകളായിരുന്നു. അവർക്കും ഇത് ഓതിക്കൊടുക്കണം. ഇത് എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ ഖുർആനിന്റെ ഒരു ശൈലിയുണ്ട്, അതിന്റെ ഉച്ചാരണത്തിന്റെ ചില ഭാഗങ്ങളുണ്ട്. അതേപോലെ അറബി ഭാഷയിൽ നീട്ടി എഴുതുന്ന ചില ഭാഗങ്ങൾ അവിടെ നീട്ടാതെ പറയുന്നതുണ്ട്. ഇങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഓതാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ നോക്കിയാൽ മതി. നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ആലോചിച്ച് 1-2 ഉദാഹരണങ്ങൾ പറയാം. അൽ ബഖറ സൂറത്തിന്റെ ആദ്യം എങ്ങനെയാണ് തുടങ്ങുന്നത്? അലിഫ് ലാം മീം. അത് നമ്മൾ എഴുതി വെച്ച് നോക്കുമ്പോ അലമാന വായിക്കും. പക്ഷെ ഇങ്ങനെയാണ് അത് ഓതേണ്ടത്. സൂറത്തു മറിയം അതിന്റെ തുടക്കം എങ്ങനെയാണ്? കാഫ് ഹാ യാ ഐൻ
അത് ഈ രീതിയിൽ നബി തങ്ങൾ ഓതി കൊടുത്തില്ല എങ്കിൽ ഒരാൾക്കും അത് ഓതാൻ കഴിയില്ല. അറബി ഗ്രാമർ അനുസരിച്ചോ അറബി ഭാഷ വായിക്കുന്നതനുസരിച്ചോ കാഫായ ഇൻസ്വാദ് എന്നുള്ളത് വായിച്ചാൽ ഈ ഒരു ഉച്ചാരണം കിട്ടില്ല. ഉലൈക നമ്മൾ അറബി ഭാഷ പഠിച്ചതനുസരിച്ചാണെങ്കിൽ അത് ഉലൈക എന്നാണ് വായിക്കേണ്ടത്. ഇങ്ങനെ ഖുർആൻ ഓതി കൊടുക്കണം. അറിവുള്ളവരാണെങ്കിലും ശരി, ഒരു ഗുരുവിൽ നിന്ന് തന്നെ ഇത് പഠിക്കണം എന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം. ഇന്ന് നമുക്കറിയാം, യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വിശുദ്ധ ഖുർആനിനെ വളരെ മോശമായി ഒരു അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെ നേരെ അതിന്റെ ഭാഷാർത്ഥം എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നത് നമുക്ക് കാണാറുണ്ട്. ഇതിന്റെ ഒക്കെ കാരണം ഇതാണ്. നബി തങ്ങൾ ഓതിക്കൊടുത്തെങ്കിലേ അക്ഷരാഭ്യാസമുള്ള അറബികൾക്ക് പോലും അതിന്റെ ശൈലി മനസ്സിലാവുകയുള്ളെങ്കിൽ അതൊന്നുമില്ലാതെ എവിടുന്നെങ്കിലൊക്കെ കിട്ടത് അനുസരിച്ച് പറയുന്നവർക്ക് എങ്ങനെ ഇതിന്റെ ഉൾപ്പൊരുൾ അറിയാൻ കഴിയും? ഒന്നാമത്തെ പോയിന്റ് അതാണ്. യത്ലു അലൈഹിം ആയാതി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകർ. വയുസക്കീഹിം, രണ്ടാമത്തത് ഈ ആയത്തിൽ പറയുന്നത് നബി തങ്ങളുടെ ദൗത്യം അവരെ സംസ്കരിച്ചെടുക്കുക. ഇത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. സംസ്കരണം, ശാരീരികമായിട്ടുള്ള സംസ്കരണമുണ്ട്, ആത്മീയമായിട്ടുള്ള സംസ്കരണമുണ്ട്. ഈ രണ്ട് സംസ്കരണവും അറബികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിരുന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, നബി തങ്ങൾ പ്രബോധനം ചെയ്യുന്ന അന്നത്തെ അറേബ്യൻ ജനത എന്ന് പറയുന്നത് 3 കാര്യം മാത്രമേ അവർ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഒന്ന്, അവർ ലഹരി കടിമകളായിരുന്നു, മദ്യപിക്കും. മറ്റൊന്ന്, സ്ത്രീകളുമായി പെട്ട പെണ്ണുമായിട്ടുള്ള വിഷയം. മൂന്നാമത്തത് യുദ്ധം. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരുന്ന സുഖലോലുപരായിരുന്ന ഒരു ജനസമൂഹം. വൃത്തിയില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ നിയമവും അവരെ പഠിപ്പിക്കുന്നത് ആ രീതിയിലാണ്. കുളിക്കുന്നതിന്റെ പ്രാധാന്യം, നഖം വെട്ടുന്നതിന്റെ പ്രാധാന്യം, മീശ വെട്ടുന്നതിന്റെ പ്രാധാന്യം, തലമുടി വെട്ടുന്നതിന്റെ പ്രാധാന്യം, ഇതെല്ലാം ശാരീരികമായിട്ടുള്ള സംസ്കരണം അല്ലാഹുവിന്റെ ഹബീബ് അവരെ പഠിപ്പിച്ചു. കേവലം നമ്മളൊന്ന് ആലോചിക്കുക, നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ ഒരു ദിവസം തുടങ്ങി, ഒരു പ്രഭാതം കൊണ്ട് തുടങ്ങി, വൈകുന്നേരം തന്റെ വിരിപ്പിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഏതെല്ലാം കാര്യം ഒരു മനുഷ്യൻ ചെയ്യോ? പാവപ്പെട്ടവരുണ്ടാകും, ധനികനുണ്ടാകും, പ്രജയുണ്ടാകും, രാജാവുണ്ടാകും, വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. എല്ലാവർക്കും വേണ്ടതെല്ലാം നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ഒരു മനുഷ്യന്റെ നഖം വെട്ടുന്നത് എങ്ങനെയാവണമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പോലും അത് ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. ഫതുഹുൽ മുഈനിൽ കാണാം നഖം വെട്ടേണ്ടത് എങ്ങനെയാണ്. വലത് കൈയിന്റെ ഈ ചൂണ്ട് വിരലിലെ ഈ നഖാണ് ആദ്യം വെട്ടേണ്ടത്. പിന്നെ അവിടെ അങ്ങോട്ട് ഈ നടുവിരല്, പിന്നെ മോതിര വിരൽ എന്ന് പറയുന്നത്, പിന്നെ ചെറുവിരൽ ഇങ്ങോട്ട്, പിന്നെ വലത് കൈയിന്റെ തള്ളവിരൽ, പെരുവിരൽ. തള്ളവിരൽ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ പറയും ഇവിടെ പെരുവിരൽ. ഈ പിന്നെ വെട്ടേണ്ടത് ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി ഈ പെരുവിരൽ വരെ ഇങ്ങനെ ഇങ്ങോട്ട് വെട്ടണം. കൈയിൻ്റെത്. കാലിൻ്റെതാണെങ്കിലോ വലത് കാലിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങി നേരെ ഇടത് കാലിന്റെ ചെറുവിരൽ അവസാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ റൗണ്ട്. ഇങ്ങനെ മുടി ഇങ്ങനെ നിങ്ങൾ നഖം വെട്ടണം. മുടി നിങ്ങൾ ഒരേപോലെ വെട്ടണം. വളർത്തുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ വളർത്തിക്കുക, അതിന് വിരോധമല്ല. ചില ഭാഗങ്ങൾ വെട്ടി ചില ഭാഗങ്ങൾ വെട്ടാത്ത ആ രീതിയിൽ വളർത്താൻ പാടില്ല. അതാണ് ശരീഅത്തിന്റെ നിയമം. മീശ വെട്ടുമ്പോഴോ നിങ്ങളുടെ മേൽചുണ്ടിന്റെ ചുവപ്പ് അത് മറക്കുന്ന രീതിയിൽ മീശ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. അത് നിങ്ങൾ വെട്ടിക്കളയണം. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഞാൻ അത് വിശദീകരിക്കുകയല്ല. ഇങ്ങനെ ശാരീരികമായിട്ടുള്ള സംസ്കരണം, മാനസികമായിട്ടുള്ള സംസ്കരണം, ഇതെല്ലാം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ,
ഗ്രന്ഥത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച്, വൽ ഹിക്മ തത്വങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഓരോ മനുഷ്യൻ പറയുന്നതിന്റെ വാക്കിന്റെ പൊരുളുകൾ എന്താണ്, അവൻ ജീവിതത്തിൽ പാലിക്കേണ്ട ബന്ധങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് എല്ലാ തത്വങ്ങളെയും ഗ്രന്ഥങ്ങളെയും പഠിപ്പിച്ച് നല്ല സംസ്കരണമുള്ള നല്ല മനുഷ്യരാക്കി മാറ്റിയെടുക്കാൻ അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അയച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഗുണം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. സംസ്കരണം അത് ശാരീരികമായിട്ട് ഞാനിപ്പോ പറഞ്ഞെങ്കിൽ, മറ്റുള്ള സാമൂഹ്യ തലങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോ നിബിധങ്ങൾ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, നിബിധങ്ങളുടെ ഓരോ അധ്യാപനങ്ങൾ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും, ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയുന്ന തത്വങ്ങളാണ് നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന് ആർക്കും അതിനെ നിഷേധിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് നിബിധങ്ങളെ അധിക്ഷേപിക്കുന്നത്, അതുകൊണ്ടാണ് നിബിധങ്ങളെ ചീത്ത വിളിക്കുന്നത്. ഇന്ന് ഇപ്പോൾ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പേര് വെച്ചുകൊണ്ട് യൂട്യൂബിലൂടെ നിബിധങ്ങളെ തെറി വിളിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. അവരോട് സംവദിക്കാൻ പോകുന്നവരെയും നമുക്ക് കാണാം. സംവദിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ ലക്ഷ്യം ഇത് നന്നാവലോ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ തെറ്റ് തിരുത്തലോ അല്ല. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അത് ചാനൽ ചർച്ചയായാലും അല്ലെങ്കിലും ഒക്കെ നബിതങ്ങളെ അവഹേളിക്കുക, നിന്ദിക്കുക, അവഹേളിക്കുക, നിന്ദിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ വന്ന ഒരാളെ നന്നാക്കാനോ അവർ ചെയ്യുന്ന അബദ്ധങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനോ നമുക്ക് കഴിയില്ല. നല്ല മനസ്സോടുകൂടെ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളെയും നബിതങ്ങളുടെ തത്വങ്ങളെയും അത് ശരിയല്ല എന്ന് ആര് പറഞ്ഞാലും ഭൗതിക കോൺ ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആത്മീയമായ കോൺ ഉപയോഗിച്ചുകൊണ്ടും നബിതങ്ങൾ പറയുന്ന വാക്ക് പ്രവൃത്തികൾ സത്യമാണ് എന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. അത് ഏതൊരു മുസ്ലിമിനും കഴിയും. അതുകൊണ്ട് തന്നെ അതിനാരും അതിരൂല, അവഹേളിക്കാനാ തുടങ്ങുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിൽ വരുത്തിയതായ മാറ്റം, ബന്ധങ്ങൾ കൊടുത്തതായ മൂല്യം, ഇതെന്നെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു ചൂഷണമാണ് സാമ്പത്തികമായ ചൂഷണം. എവിടെയും മുതലാളിമാർ എന്നും മുതലാളിമാരായിക്കൊണ്ടിരിക്കുന്നു, പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ആലോചിക്കാം, കോടീശ്വരന്മാർ എന്നും കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നു, പാവപ്പെട്ടവർ പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അത് പലിശ കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാം സാമ്പത്തികമായി ലോകത്തോട് പറയുന്നു, ജനങ്ങളെ നിങ്ങൾ പലിശ ഇടപാടുമായി നിങ്ങൾ ഏർപ്പെടരുത്. ഇനി സമ്പത്ത് നൽകിയവരോട് പറയുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് അത് മുഴുവൻ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. വർഷം തികയുമ്പോൾ അതിന്റെ ഇത്ര ശതമാനം, 2.5% ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുത്തോളണം. സാമ്പത്തികമായിട്ടുള്ള നിബിധങ്ങളുടെ പ്രഖ്യാപനമാണ്. ഈ ഒരു പ്രഖ്യാപനം നിബിധങ്ങൾ പഠിപ്പിച്ചതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇതിനെ ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ? ഇസ്ലാമിക ശരീഅത്തിന്റെ വ്യവസ്ഥയിലുള്ള ഈ സക്കാത്ത് എന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിനോട് കിടപിടിക്കുന്ന വേറെ ഏത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ്? ഇത് നിർബന്ധമായതാണെങ്കിൽ ബാക്കി സുന്നത്തായത് എന്തെല്ലാം നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ബന്ധങ്ങളുടെ മൂല്യം അതാ ഞാൻ പറഞ്ഞു വന്നത്. കുടുംബ ബന്ധങ്ങൾ ആധുനിക കാലഘട്ടങ്ങളിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒന്നാണെങ്കിൽ, കുടുംബ ബന്ധമാവട്ടെ അയൽപക്ക ബന്ധമാവട്ടെ, നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമ്മളൊക്കെ നോക്കണം. വെറും നിസ്കാരം, ഖുർആനോത്ത്, സക്കാത്ത് കൊണ്ടും ഒരാൾ രക്ഷപ്പെടില്ല. എല്ലാം അവൻ പാലിക്കണം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. എപ്പോഴും ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ നബി തങ്ങളുടെ വചനമാണ്. കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ കടക്കില്ല. അപ്പുറത്തേക്ക് എന്താ പറയാനുള്ളത്? നിസ്കരിക്കും, നോമ്പ് പിടിക്കും, എല്ലാ കർമ്മങ്ങളും ചെയ്യും, കുടുംബ ബന്ധം മുറിക്കുന്നവനാണെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയൽപക്ക ബന്ധമാണെങ്കിലോ, നിന്റെ അയൽവാസിയെ ദ്രോഹിക്കുന്ന ഒരാളാണ് നീയെങ്കിൽ നീയും സ്വർഗ്ഗത്തിൽ പോകൂല.
മറ്റു ജീവജാലങ്ങളോടുള്ള കരുണയാണെങ്കിലോ ഒരു ജീവിയെയും നീ അതിക്രമിക്കാൻ പാടില്ല. ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ ഒരു സ്ത്രീ പോയി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വേശ്യയായിരുന്ന ബനൂ ഇസ്രായേലിലെ ഒരു സ്ത്രീ ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവകാരുണ്യം, മാനവികത, മനുഷ്യ ജീവികളോട് അല്ലാത്ത ജീവികളോട് ഒരു മനുഷ്യൻ കാണിക്കേണ്ട സ്നേഹത്തിന്റെയും കരുണയുടെയും മാതൃക ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്ന ആ ജനത എങ്ങനെയായിരുന്നു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ജനതയിൽ നിന്ന് ലോകത്തെ സംസ്കരണത്തിന്റെ സുന്ദരമായ വഴിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തുയർത്തി. ഏത് കാര്യമെടുത്താലും ജീവകാരുണ്യം, മറ്റുള്ള കാര്യങ്ങൾ, പരിസ്ഥിതി എടുത്തു നോക്കിയാൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നീ മരിക്കുമെന്ന് ഉറപ്പായാൽ പോലും നിന്റെ കൈവശം ഒരു ചെടിയുണ്ടെങ്കിൽ, ഒരു വൃക്ഷം നടാനുള്ള തൈ നിന്റെ കൈവശമുണ്ടെങ്കിൽ അത് നട്ടുപിടിപ്പിക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ ഓരോന്നിനും ഓരോ വിഭാഗമാണല്ലോ. പരിസ്ഥിതി ദിനം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ, നായയെ സംരക്ഷിക്കാൻ ചില ആളുകൾ, ഓരോന്നിനും. എന്നാൽ നബി തങ്ങൾ ഇതിലും മുഴുവൻ മനുഷ്യത്വപരമായി, മാനുഷികമായി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഉപദ്രവകാരികളായ നായയെ കൊല്ലാം എന്നും നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ നബി തങ്ങൾ തന്നെയാണ് ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു സ്വർഗാവകാശിയായ ഒരു പെണ്ണിനെ കുറിച്ചും പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ ഓരോ നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ലോകത്തിന് സ്നേഹവും കരുണയും എല്ലാം പഠിപ്പിച്ച അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ്, ഈ നബിതങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ആരാണ് നബി എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. അല്ലാഹു തആല അത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്. 3 കാര്യമാണ് അതിനാണ് നബി വന്നിട്ടുള്ളത്. ഒന്ന്, ഒരു മനുഷ്യന് വിശുദ്ധ ഖുർആൻ അത് ഓതി കൊടുക്കുക, അതിന്റെ തത്വങ്ങൾ നബി തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ അവരെ സംസ്കരിക്കുക. ഈ 3 കാര്യം, സംസ്കരണം, സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി ഏതെല്ലാം നിലക്കുള്ള സംസ്കരണം ആവശ്യമാണോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഈ നബിതങ്ങളെ കുറിച്ച് പറയുക, ഈ നബിതങ്ങളെ കുറിച്ച് അറിയുക, അറിയുമ്പോഴും പറയുമ്പോഴുമാണ് ആ നബിതങ്ങളോട് നമുക്ക് സ്നേഹവും ഹുബ്ബും നബിതങ്ങൾ പറഞ്ഞതനുസരിച്ച് പിന്തുടരാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാവുക. അങ്ങനെയാണല്ലോ ദൂരെ നിന്ന് കേട്ട ഒരാൾ അടുത്തറിയുമ്പോഴാണ് അദ്ദേഹത്തോട് നമുക്ക് അടുപ്പം തോന്നുന്നത്. അദ്ദേഹത്തെ കൂടെ കൂടുമ്പോഴാണ് അദ്ദേഹത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നത്. കേവലം നബിതങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ, നിസ്കാരം, നോമ്പ് അതിലങ്ങനെ മാത്രം പോവാതെ അതൊക്കെ നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അതിന്റെ അപ്പുറത്തേക്ക് നബിതങ്ങളുടെ ജീവിതം, നബിതങ്ങൾ പഠിപ്പിച്ചതായ തത്വങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളും അവസരങ്ങളും നമുക്കുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ആരാണ് നബി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ജീവിതത്തിൽ ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചവരാണ് നബിതങ്ങൾ. പല ആളുകളും വീടില്ല, കടം കൊണ്ട് വലഞ്ഞു, പല പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോ നമ്മൾ നബിതങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. ജനിക്കുമ്പോൾ നബിതങ്ങൾക്ക് ഉപ്പയില്ല. 4-ാം മാസത്തിൽ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴാണ് നബിതങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. നബിതങ്ങളുടെ 6-ാമത്തെ വയസ്സിൽ നബിതങ്ങളുടെ മാതാവും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലേ. 8-ാമത്തെ വയസ്സിൽ അവിടുത്തെ വല്യപ്പൻ നോക്കിയിരുന്ന അബ്ദുൽ മുത്തലിബ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. പിന്നെ നബിതങ്ങളെ സംരക്ഷിക്കാൻ ആരാണ്? അനാഥനായ ഉമ്മയില്ല, വാപ്പയില്ല. ആ ഒരു ജീവിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ആ മക്ക എന്ന് പറയുന്ന നാട്ടിൽ നിൽക്കാൻ കഴിയാതെ മദീനയിലേക്ക് പോയതായ പ്രവാചകർ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. ഇത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ച് ഉമ്മത്തുകളായ നമ്മെ സ്നേഹിച്ച ഈ പ്രവാചകർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ആ സമയത്ത്
സമയത്ത് പോലും നമ്മളെ കുറിച്ചാണ് നബി തങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ആയിഷ ബീവി ഹദീസ് പറയുന്നുണ്ട്, എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ലോകത്ത് നിന്ന് വിട പറയുന്നു പോകുന്ന നബി തങ്ങളുടെ ആ ഒരു രംഗം, നബി തങ്ങളുടെ നാവുകൾ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു, സംസാരം വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ ചെവി നബി തങ്ങളുടെ വായിലേക്ക് അടുപ്പിച്ചു പിടിച്ചു. ആ സമയത്ത് നബി തങ്ങൾ പറയുന്നത് ഒരു കാര്യമാണ്, ഉമ്മത്തി അസ്സലാ, ഉമ്മത്തി അസ്സലാ, എന്റെ സമുദായമേ നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണേ, എന്റെ സമുദായമേ നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണേ. നമ്മളോട് അവസാന സമയത്തും പരലോകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോവാതിരിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചതായ ഒരു പോയിന്റാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, കാരണവന്മാരെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നിസ്കാരം നിലനിർത്തുന്നവരാവുക. നബി തങ്ങളുടെ ആഗ്രഹം അതാണ്. നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആ നബി തങ്ങളുടെ അവസാനത്തെ ഒരു ആഗ്രഹമാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാവണം എന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തുടർന്നാൽ അവന്റെ വഷളൻ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഈ നിസ്കാരം ക്രമേണ അവനെ തടഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിസ്കാരം കറക്റ്റായി ഒരാൾ നിർവഹിച്ചു പോന്നാൽ അവന്റെ മനസ്സിന്റെ ആ ഒരു വാശിയും ആ ഒരു ദുർബോധവും ഒക്കെ പതിയെ പതിയെ ഇല്ലാതെയാകും. അവൻ എന്തെങ്കിലും വഷളൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ അത് പയ്യെ പയ്യെ അവനെ നിർത്തിക്കൊണ്ടുവരാൻ പറ്റും. പയ്യെ നല്ല ഒരു മനുഷ്യനായി കാലക്രമേണ മരിക്കുന്നതിന്റെ മുമ്പെങ്കിലും അവന് ആയിത്തീരാൻ കഴിയും. നിസ്കാരം അവൻ കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ. അതുകൊണ്ടാണ് നബി തങ്ങൾ ഈ ഒരു പോയിന്റ് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ നബി തങ്ങളുടെ ഉപദേശം നമ്മളെല്ലാവരും ചെവിക്കൊള്ളുക. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ മാസമാണ് നമ്മളിലേക്ക് വരുന്നത്. നമുക്ക് മൗലീദ് പാരായണം മറ്റൊക്കെ നമ്മുടെ പള്ളികളിലും വീടുകളിലൊക്കെ തുടങ്ങണം. ഇങ്ങനെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഈ നബിതങ്ങളെ മദ്ഹ് ചെയ്യാനും നബിതങ്ങളെ പ്രകീർത്തിക്കാനും നബിതങ്ങളെ കുറിച്ച് പറയാനും ഒക്കെ നമ്മൾ ഒരുങ്ങണം. ഈ സോഷ്യൽ മീഡിയകളും അല്ലാത്തതുമൊക്കെ നബിതങ്ങളെ അവഹേളിച്ചുകൊണ്ട് മലീമസമാക്കുമ്പോൾ നബിതങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഇടം നമുക്ക് ശുദ്ധമാക്കണം, നമുക്ക് സംശുദ്ധമാക്കണം. നബിതങ്ങളോടുള്ള സ്നേഹം ഈ രീതിയിലും നമ്മൾ പ്രകടിപ്പിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അടുത്ത വെള്ളിയാഴ്ചകളിൽ നമുക്ക് സൂചിപ്പിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇഖ്ലാസോടെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന തിങ്കളാഴ്ച ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ പള്ളിയിൽ സാധാരണ എല്ലാ വർഷവും നടന്നു വരാറുള്ള മൗലിദ് പാരായണം ഉണ്ടാകും. അപ്പൊ എല്ലാ ആളുകളും അതിലേക്ക് വരണം. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും 1-2 ഹദീസുകൾ നമുക്ക് നബി തങ്ങളുടേതായിട്ട് പഠിക്കാം. അടുത്ത വെള്ളിയാഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നമുക്ക് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിലേക്ക് വരണം. അടുത്ത തിങ്കളാഴ്ച ഇശാ നിസ്കാരം കഴിഞ്ഞാണ് നമ്മുടെ മൗലിദ് ആരംഭിക്കുന്നത്. എല്ലാവരും അതിലേക്ക് വരണം. ഒരു സഹോദരൻ അതിലേക്ക് 12-ന്റെ അന്ന് റബീഉൽ അവ്വൽ വന്നില്ല. നമ്മൾ മദ്രസ ഒക്കെ തുടങ്ങുമ്പോൾ കുട്ടികൾ